സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ നിരക്ക് വർധന ബാധകമാണ്. ഇന്നലെ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സമ്മർ താരിഫ് വേണമെന്ന KSEBയുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അതേസമയം നിരക്ക് വർദ്ധിപ്പിക്കാതെ നിവൃത്തിയില്ല എന്നാണ് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. വലിയ വർധനവ് എല്ലാവർക്കും ദോഷം തന്നെ, അത് ഞാൻ പക്ഷേ നിവൃത്തിയില്ല. അതുകൊണ്ട് വർദ്ധിപ്പിച്ചതിൽ വലിയ അപാകതയില്ല എന്നുള്ളതാണ്. അത്രയും ചെറിയ വർധനവേ വന്നിട്ടുള്ളൂ. പക്ഷേ മറ്റേ ക്രോസ് സബ്സിഡി ഉള്ളത് കൊണ്ടൊക്കെ ആ വർധനവ് എടുക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല. 1000 മെഗാവാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല. 32,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങി ഇവിടെ താരിഫ് വർദ്ധിച്ചിട്ടില്ല. ഏകദേശം 38,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർക്ക് പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ UDF സംസ്ഥാന വ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊരു കാര്യമായ വർധനയല്ല എന്ന് വൈദ്യുതി മന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് സാധാരണക്കാരെ, ഉപഭോക്താക്കളെ ബാധിക്കില്ല എന്നൊക്കെയായിരുന്നു ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇത് നിരക്ക് വർധന എന്നത് എല്ലാവർക്കും ബാധകമാണ്, അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞാലും ഇത് ഒരു കാര്യമായ വർധന നമ്മളുടെ പ്രതിമാസ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഉണ്ടാകും എന്നത് ഉറപ്പല്ലേ? തീർച്ചയായും പ്രതിമാസ ബില്ലിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമാസ ബില്ലിൽ മാറ്റമുണ്ടാകും, വർധനയുണ്ടാകും. അത് നിലവിൽ KSEB പറഞ്ഞിരിക്കുന്നത് ശരാശരിയാണ് 16 പൈസ. കൃത്യമായി വിവിധ സ്ലാബുകളിൽ 5 പൈസ മുതൽ 20 പൈസ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് യൂണിറ്റിനാണ്. ഒപ്പം ഫിക്സഡ് ചാർജ് 5 രൂപ മുതൽ 30 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് വിവിധ സ്ലാബുകളിലാണ്. ഈ രീതിയിൽ വിവിധ സ്ലാബുകളിൽ വർധന 5 പൈസ മുതൽ 20 പൈസ വരെ യൂണിറ്റിനും 5 രൂപ മുതൽ 30 രൂപ വരെ ഫിക്സഡ് ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ 16 പൈസയാണ് ശരാശരി യൂണിറ്റിന് വർദ്ധിച്ചിരിക്കുന്നത്. അത് ഈ വർഷമാണ്. അടുത്ത വർഷം അത് 12 പൈസയും കൂടുതൽ വർദ്ധിക്കും. അതിനുശേഷം 2026-27 കാലഘട്ടത്തിൽ നിലവിൽ വർധനവില്ല. പക്ഷേ KSEB മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാന ആവശ്യമായിരുന്നു സമ്മർ താരിഫ്. പക്ഷേ സമ്മർ താരിഫ് നിലവിൽ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. അതായത് ജനുവരി മുതൽ മെയ് മാസം വരെ 10 പൈസ അധികമായി ചാർജിന് ഈടാക്കണം എന്നുള്ള നിർദ്ദേശം അത് അംഗീകരിച്ചിട്ടില്ല. അതുകൂടാതെ പീക്ക് ടൈം, അതായത് വൈകുന്നേരങ്ങളിൽ 6 മുതൽ 11 വരെയുള്ള സമയങ്ങളിൽ അധിക ചാർജ് ഈടാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതും അംഗീകരിച്ചിട്ടില്ല. നിലവിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അവകാശവാദം നിലവിൽ ജീവിത നിലവാരം എന്ന് പറയുന്നത് നിലവിൽ 5.19%. അത് 2024 അത്രയും വർധനമൊന്നും വരുത്തിയിട്ടില്ല എന്നും 2024-25 കാലഘട്ടത്തിൽ 2.3%, 2025-26 കാലഘട്ടത്തിൽ 1.75% വർദ്ധിച്ചിട്ടുള്ളൂ എന്നുള്ള സാങ്കേതിക പദങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് നിലവിൽ വർധനമില്ല. 40 യൂണിറ്റിന് മുകളിൽ വർധന ബാധകമാണ് എന്നുള്ളതുമാണ്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ ജനങ്ങളുടെ കണക്കുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതായത് നിലവിൽ 100 യൂണിറ്റ് ശരാശരി ഒരു വീട്ടിൽ ഒരാൾ 100 യൂണിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിലവിൽ അവരുടെ യൂണിറ്റിന് അടക്കേണ്ടി വരുന്നത് 65 രൂപ ഫിക്സഡ് ചാർജും ഒപ്പം 4 രൂപ 5 പൈസ യൂണിറ്റിൻ്റെ ചാർജുമാണ്. അതായത് 470 രൂപ എനർജി ചാർജ് മാത്രമേ അടക്കേണ്ടി വരും. അതുകൂടാതെ മീറ്റർ വാടകയുണ്ട്, മീറ്ററിൻ്റെ ടാക്സ് ഉണ്ട്, ഇതിൻ്റെ വൈദ്യുതിയുടെ ടാക്സ് ഉണ്ട്. അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ എനർജി ചാർജ് മാത്രം നോക്കുകയാണെങ്കിൽ 470 രൂപ എനർജി ചാർജായി മാത്രം അടക്കേണ്ടി വരും നിലവിൽ. പക്ഷേ അത് ഇനി പുതിയ വർധന പ്രകാരം ഇപ്രകാരമാണ്. ഫിക്സഡ് ചാർജ് 65 എന്നുള്ളത് 75 മാറും. ഒപ്പം യൂണിറ്റിന് 15 പൈസയാണ് 100 യൂണിറ്റിന് കൂടുന്നത്. അതായത് 405 രൂപ അടച്ചുകൊണ്ടിരുന്നവർ 415 മാറും. അതായത് 100 യൂണിറ്റ് ഒരു മാസം ചിലവഴിക്കുന്ന ഒരു ഗാർഹിക ഉപഭോക്താവ് നേരത്തെ നമ്മൾ വൈദ്യുതി ഉപഭോഗത്തിന് ചാർജ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 470 രൂപയായിരുന്നു അടച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ അത് 490 രൂപയായി മാറും. അതായത് 20 രൂപയുടെ വർധന. അത് 2 മാസത്തെ ബില്ല് ഒന്നിച്ച് വരുമ്പോൾ സ്വാഭാവികമായി 20 രൂപ എന്നുള്ളത് 40 രൂപയായി മാറും. അതായത് കഴിഞ്ഞ മാസം വരെ 20 രൂപ ഇത്തരത്തിൽ ഈ ഒരു ബില്ല് 470
420 എന്നുള്ളത് 490 മാറുന്നു. അത് 2 മാസത്തെ ഒന്നിച്ച് വരുമ്പോൾ 40 രൂപയുടെ വർധന. അത് 200 എന്നുള്ള, അതായത് 200 യൂണിറ്റ് ഒരു മാസം ഉപയോഗിക്കുന്ന ഉപഭോക്താവിനാണെങ്കിൽ നിലവിലെ ചാർജ് ഇപ്രകാരമാണ്: 130 രൂപ ഫിക്സഡ് ചാർജ്, ഒപ്പം 1640 രൂപ അവരുടെ എനർജി ചാർജ്. അത് അടുത്ത മാസം ആകുമ്പോൾ അത് ഇപ്രകാരം മാറും: 145 രൂപ, അതായത് 15 രൂപ ഫിക്സഡ് ചാർജിൽ മാറുന്നു, ഒപ്പം 1670 രൂപ യൂണിറ്റ് ചാർജിൽ മാറുന്നു. ടോട്ടൽ വരുമ്പോൾ 1815. അതായത് ഈ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 45 രൂപ, 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ 45 രൂപ അധികമായി ഇനി മുതൽ അടക്കേണ്ടി വരും. 2 മാസത്തെ ബില്ല് വരുമ്പോൾ അത് 90 രൂപയാകും. അതിൽ ടാക്സ് അടക്കം കൂട്ടുമ്പോൾ 200 യൂണിറ്റ് ശരാശരി ഒരു മാസം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ബില്ല് വരുമ്പോൾ അത് 100 രൂപ അഡീഷണൽ വരും. ഒരു മാസത്തെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 രൂപ, 2 മാസം ഒന്നിച്ച് വരുമ്പോൾ അത് 100 രൂപയായി മാറും. ഇതിൽ ഏറ്റവും ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് 500 മുകളിലാണ്. 500 മുകളിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് നിലവിൽ ചാർജ് വർധന 20 പൈസയാണ്. ഏറ്റവും കൂടുതൽ യൂണിറ്റിന് വർധന വരുത്തിയിരിക്കുന്നത് ഈ സ്ലാബിലാണ്. അതായത് 500 മുകളിൽ 20 പൈസയാണ് ഇവർക്ക് യൂണിറ്റ് വർദ്ധിച്ചിരിക്കുന്നത്. ശരി ഉമേഷ്, എന്തായാലും ഇത് കാര്യമായ വർധന തന്നെയാണ്. അപ്പോൾ അത് മന്ത്രി പറയുന്നത് പോലെ സാങ്കേതിക ന്യായങ്ങളൊക്കെ പറയുമ്പോഴും സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാകും, അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് അത് കൂടും, വലിയ തോതിൽ കൂടും എന്നതിൽ തർക്കമൊന്നുമില്ല. ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം നേതൃത്വം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കൂടുതൽ പ്രതികരണങ്ങൾ ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ കൊല്ലത്ത് KSEB ഓഫീസിലേക്ക് ഈ തീരുമാനം വരുന്നതിന് മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം, അത് സംഘർഷത്തിൽ കലാശിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങൾക്കൊക്കെയുള്ള സാധ്യത അടുത്ത മണിക്കൂറുകളിലും നാളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.